CPMകാർക്ക് ആഘോഷിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു വാർത്ത വന്നിരിക്കുന്നു. ഷാഫി പറമ്പിൽ MP-ക്ക് അറസ്റ്റ് വാറണ്ട്. ഈ തലക്കെട്ട് കൊടുത്ത് കൊഴുപ്പിക്കുന്ന വാർത്താ അവതാരകരും അത് കാണാൻ കൊതിക്കുന്ന ഷാഫി വിരോധികളും യഥാർത്ഥ വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് പെണ്ണ് കേസോ അല്ലെങ്കിൽ അഴിമതി കേസോ ഒന്നുമല്ല. പാലക്കാട് ദേശീയപാത ഉപരോധിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പക്ഷേ പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്നാണ് ഷാഫി പറമ്പിൽ MP-യെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. 2022 ജൂൺ 24 പാലക്കാട് കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഏത് സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഉണ്ടായാൽ അതിൽ കോടതി അറിയിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഹാജരാകണം. പല പ്രാവശ്യം ഹാജരായില്ലെങ്കിൽ നോട്ടീസ് വരും, ചിലപ്പോൾ അറസ്റ്റ് വാറണ്ട് വരും, ജാമ്യം എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പോലീസിന് പൊക്കി അകത്തിടേണ്ടി വരും കോടതിയുടെ നിർദ്ദേശപ്രകാരം. അതുമാത്രമേ ഇവിടെ ഇപ്പോൾ നടന്നിട്ടുള്ളൂ. സമരം ചെയ്ത് വളർന്നു വന്നു എന്ന് അവകാശപ്പെടുന്ന CPM സൈബർ സഖാക്കൾക്ക് ഇത് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഷാഫിയല്ലേ, ഒന്ന് ആഘോഷിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അത് ആഘോഷിച്ചു എന്ന് മാത്രം. അതായത് വിഷയം ഒരു ധർമ്മസമരം തന്നെയായിരുന്നു. CPMകാരുടെ അല്ലെങ്കിൽ CPMകാരുടെ പോഷക സംഘടനകളുടെ ഗുണ്ടായിസത്തിനെതിരെ നയിച്ച ഒരു സമരം. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ MP ഓഫീസ് SFI പ്രവർത്തകർ തല്ലിത്തകർത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു 2022 ജൂൺ 24 പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചത്. ഏകദേശം ഒരു 40ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട്ടെ ദേശീയപാതയിൽ ചന്ദ്രനഗറിൽ ചെമ്പലോട് പാലത്തിന് സമീപമാണ് ദേശീയപാത ഉപരോധിച്ചത്. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത പാലക്കാട്ടെ കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഷാഫി പറമ്പിലായിരുന്നു ഒന്നാം പ്രതി. അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന, നിലവിൽ ഇടതുപക്ഷത്തേക്ക് മാറിയ P സരിൻ ആ കേസിൽ 9ാം പ്രതിയായിരുന്നു. അദ്ദേഹം നേരത്തെ തന്നെ കോടതിയിൽ ഹാജരായി. P സരിനെ 500 രൂപ പിഴയും കോടതി പിരിയും വരെ തടവിനും ഈ കേസിൽ ശിക്ഷിച്ചിരുന്നു. എന്നാൽ ഷാഫി പറമ്പിൽ ഹാജരാകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതും കോടതിയിൽ ഹാജരാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയതും. 24-ാം തീയതി ഈ കേസ് വീണ്ടും പരിഗണിക്കുകയാണ്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടം MLA-യെ കുടുക്കാൻ BJP-യും CPM-ഉം ഒരുമിച്ച് നിന്ന് പോരാട്ടം നടത്തിയപ്പോൾ അപ്പോഴെല്ലാം അവർ ലക്ഷ്യം വെച്ചത് ഷാഫി പറമ്പിലിനെ കൂടിയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി എന്നും പറഞ്ഞ് CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഷാഫിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഷാഫിയെ കേസിൽ കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കി പഠിച്ച 18 അടവും പുറത്തെടുത്തു CPM. ഒന്നിലും വിജയിക്കാതെ വന്നപ്പോൾ ഷാഫി ഒരു MP എന്ന് നോക്കാതെ റോഡിൽ തടഞ്ഞു മർദ്ദിച്ചു. അവസാനം പോലീസിനെ ഇറക്കി തലതല്ലിപ്പൊട്ടിച്ചു. എല്ലാം കഴിഞ്ഞു നോക്കുമ്പോഴും CPMകാർ കട്ടും മോഷ്ടിച്ചും ജയിലിൽ പോയിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഷാഫി പറമ്പിൽ എന്ന നേതാവിനെ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം രാജ്യത്തെ 1ാം നമ്പർ യുവനേതാവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തടഞ്ഞു നിർത്താനാകാത്തൊരു അശ്വമേധത്തെ കണ്ട് ഭയന്ന് നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ CPM കേരളത്തിൽ. അതിനിടയിൽ ഷാഫിക്കെതിരെ ഒരു അറസ്റ്റ് വാറണ്ട് എന്ന് പറഞ്ഞാൽ അത് സന്തോഷിക്കാൻ തന്നെയായിരുന്നു പലരുടെയും തീരുമാനം. പക്ഷേ ചീറ്റിപ്പോയി എന്ന് മാത്രം.